കോഴിക്കോട് സ്വദേശികളായ അനുശങ്കറും അർജുനും നേപ്പാളിലേക്കുള്ള ഒരു ബൈക്ക് യാത്രയിലാണ്. പ്രത്യേകിച്ച് യാത്രാ പദ്ധതികൾ ഒന്നുമില്ല. എത്ര ദിവസമെടുക്കുമെന്നോ എത്ര ചെലവ് വരുമെന്നോ ആലോചിച്ചിട്ടേയില്ല. മനസ്സിൽ ആകെയുള്ള ആശയം കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായ സന്ദേശങ്ങൾ കൈമാറുക എന്നത് മാത്രം. പോകുന്ന വഴിക്കിലൊക്കെ ഇതേപോലെ തന്നെ എൻ ജി ഒസ് ആണ് മെയിൻലി ഇത്തരം ഡിസേബിൾഡ് ആളുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പം അത്തരം എൻ ജി ഒസ് ത്രൂ ആണ് ഞങ്ങളിത് നമ്മുടെ മെസ്സേജ് ഞങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായ കേരളമാണ് മാതൃക. കേരളത്തിലെ ആശയങ്ങൾ വിവിധ എൻ ജി ഒകൾ വഴി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളെ കൊണ്ടാവും വിധം എത്തിക്കാനാണ് ഈ യാത്ര. അവരെ ശരിക്കും അറിയുന്നില്ല, പക്ഷേ അവർ ബാക്കോട്ട് പിന്തള്ളിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് പേടിയാണ് അത് പൊതുസമൂഹത്തിലേക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. അവർ പേടിച്ചുകൊണ്ടിരിക്കുക. ആ പേടി നമുക്ക് മാറ്റണം. അവർ ഇപ്പോൾ പാരാ ഒളിമ്പിക്സ് ആയാലും എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അവർക്ക് പോലും അറിയില്ല എന്താണ് അവരുടെ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ചുരുക്കി പറഞ്ഞു ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അവരുടെ മാക്സിമം അവരെ പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. ബാംഗ്ലൂരിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ് അനുശങ്കർ. യാത്രയിൽ സഹായിയായാണ് അർജുനെയും ചേർത്തത്. കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച സംഘം നിലവിൽ ആന്ധ്രാപ്രദേശിലാണ് എത്തിയിരിക്കുന്നത്. ഇതിനകം APD എന്ന സംഘടനയുമായി ചേർന്ന് വിവിധ ഇടങ്ങളിൽ വീൽ ചെയറുകളടക്കം ഇവർ വിതരണം ചെയ്തു. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.